നമസ്കാരം. ട്രംപിന്റെ നയങ്ങളും ലോകസമാധാനത്തിന് തന്നെ ഭീതി ഉയർത്തുകയാണ്. വെനസ്വേലയിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇറാൻ യുദ്ധത്തിന്റെ വക്കിലായിരുന്നു. ഈ അവസരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ചേരുകയാണ് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി. സ്വാഗതം. ശ്രീ സജിമോൻ ആന്റണി, ലോകമൊരു യുദ്ധത്തിന്റെ വക്കിലായിരുന്നു. ഇറാനുമേൽ ഏത് നിമിഷവും അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകാം എന്ന് ഭയക്കുന്ന ദിനങ്ങളായിരുന്നു. ആ ആശങ്ക ഇപ്പോൾ താൽക്കാലികമായി അകന്നിട്ടുണ്ട്. ഇത് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ? ട്രംപിനെ വിശ്വസിക്കാമോ? ഈ യുദ്ധം ഒഴിവായിരിക്കുന്നു എന്ന് കരുതാമോ? ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം പീസ് ബൈ നെഗോഷിയേഷൻ എന്ന സ്ട്രാറ്റജി വിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പം പീസ് ബൈ സ്ട്രെങ്ത് എന്നുള്ളൊരു ഡോക്ടറിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് കിട്ടി എന്നുള്ള രീതിയിലായിരുന്നുവെങ്കിൽ ഇപ്പം അത് അദ്ദേഹം ഇതിനു മുമ്പ് കഴിഞ്ഞ പല അഡ്മിനിസ്ട്രേഷൻ, റിപ്പബ്ലിക്കൻ അഡ്മിനിസ്ട്രേഷൻ സമയത്താണ് ഇറാഖ് വാറും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലേക്കാണോ ലോകം എഗെയിൻ പോകുന്നത് എന്നുള്ളൊരു ചിന്തയിലാണ്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ നിന്ന് പറയാൻ പറ്റുന്നത് ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഒരു റീബൂട്ടിങ് നടക്കുകയാണ് ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ. അത് അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാം, യൂറോപ്പിലും കാണാം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയും അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു തന്നെ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ടാരിഫിൻ്റെ ഇഷ്യൂ എന്ന് വന്നോ അന്ന് മുതൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് പോകണമെങ്കിൽ അത് താഴേക്ക് പോരുകയാണ്. അപ്പം അവിടെയും ഒരു റീബൂട്ടിങ് നടക്കുന്നുണ്ട്. സിമിലർ വേയിൽ യൂറോപ്പ്, നാറ്റോ അലയാണ്, അവിടെയും അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക മിക്കവാറുമൊക്കെ നല്ലൊരു ബന്ധം പുലർത്താറുണ്ടായിരുന്നു. അമേരിക്കയുടെ ഇന്നത്തെ വികസനത്തിന് അതൊരു കാരണമാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അയൽ രാജ്യത്ത് അങ്ങനെ ഒരു ഭീഷണി ഒരിക്കലും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ ഡ്രഗിൻ്റെ കടക്കയറ്റം അങ്ങനെ പല കാര്യങ്ങളെ കൊണ്ട് ആയിരിക്കാം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളൊക്കെ ഫെയിൽഡ് ആകുന്ന ഒരു സിറ്റുവേഷനും കണ്ടു. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിക്കൊണ്ടായിരിക്കും അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ ഇപ്പം അതിന് വേറൊരു സ്ട്രാറ്റജിയിൽ എടുത്ത് ഈ വെനസ്വേലയുടെ ഇഷ്യൂവും അല്ലെങ്കിൽ ക്യൂബയുടെ ഇഷ്യൂവും ഒക്കെ വരുന്നത്. അപ്പം അതൊക്കെ അമേരിക്ക സൃഷ്ടിച്ച ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയിലെ അയൽ രാജ്യങ്ങളായ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അത് വെനസ്വേലയായാലും ക്യൂബയായാലും മെക്സിക്കോ ആയെങ്കിലും അങ്ങനെയുള്ള കൊളംബിയ ആണെങ്കിലും ആ രാജ്യങ്ങളൊക്കെ ആര് ഭരിച്ചാലും അവിടെയൊക്കെ റിയലി കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ ഒരു ഡ്രഗ് മാഫിയാണ്, അല്ലെങ്കിൽ കാർട്ടൽസാണ്. അപ്പം അവരുടെ അതിപ്രസരം തടയണമെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഇപ്പം ഒരു ചലനം വേണം, മാറ്റം വേണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ്. വെനസ്വേലയിൽ വളരെ കോളിളക്കമുണ്ടായി, വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് കാണാം. എന്നാലും വെനസ്വേലിയൻസ് പറയുന്നത്, അവിടെയുള്ള ആൾക്കാർ പറയുന്നത്, മജോറിറ്റി അല്ല, തമ്പിങ് മജോറിറ്റി അല്ല, ഓവർവെമിങ് മജോറിറ്റി പറയുന്നത് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ മാറ്റിക്കളഞ്ഞത് നന്നായി എന്നുള്ളൊരു ഇതാണ്. കാരണം അതിൻ്റെ പല റിഫ്ലക്ഷൻസും അമേരിക്കയിലും കാണാൻ കഴിഞ്ഞു. കാരണം ഏകദേശം 8 മില്യണോളം ആൾക്കാരാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറി വന്ന് രാഷ്ട്രീയ അഭയം പ്രാപിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ആഹ്ലാദ പ്രകടനം നടക്കുന്ന ഒരു കാഴ്ചയും കാണാനുണ്ടായി. എന്നാൽ അമേരിക്കയിൽ തർക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ തർക്കമുണ്ട്. കാരണം ഇത് ഏത് രീതിയിലാണ് ആ ഒരു പ്രസിഡന്റ് അവിടെ നിന്ന് മാറ്റി അമേരിക്കയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ജയിലിൽ അടച്ചത്. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിൻ്റെ കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ എതിരഭിപ്രായങ്ങളല്ല, 2 അഭിപ്രായമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ വെനസ്വേലയിൽ നിന്ന് കാറ്റ് പയ്യെ മാറി ക്യൂബയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ക്യൂബയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് അറിയാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യൂബയുടെ ഇക്കണോമി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് വെനസ്വേലയാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഫ്രീ അല്ലെങ്കിൽ വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള തരത്തിലുള്ള കിട്ടുന്ന ഓയിൽ മാത്രമാണ് ക്യൂബയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവിടെയുള്ള ബെനിഫിറ്റ് പ്രോഗ്രാമുകളും മെഡിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റ് എല്ലാം റൺ ചെയ്യുന്നതിൻ്റെ ബേസിസ് അതാണ്. അപ്പം അതിനെ ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ട്രംപിൻ്റെ ഒരു വേർഡ് പറയുകയാണെങ്കിൽ ക്യൂബ വിൽ ഫെയിൽ ഇറ്റ്സ് ഓൺ എന്നുള്ള രീതിയിലാണ്. നമ്മൾ ആരും ഒന്നും ചെയ്യാതെ സ്വയം അത് അധപ്പതിച്ച് പോകും എന്നുള്ളൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണ്: ക്യൂബയുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഒരു നെഗോഷിയേഷനാണ് ആഗ്രഹിക്കുന്നത്. വിച്ച് മീൻസ് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ ക്യൂബയെ അറ്റാക്ക് ചെയ്യേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതെ അവിടെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിടെ ഇറാൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ പല ചർച്ചയിൽ അല്ലെങ്കിൽ പല മീറ്റിങ്ങുകൾ കണ്ടു. വളരെ കലുഷിതമാണ്. അവിടെ ആദ്യം ട്രംപ് പറഞ്ഞത് സമരം ചെയ്യുന്ന ആൾക്കാരെ കൊല്ലുന്ന ഒരു രീതിയിലേക്ക്, അല്ല ജനാധിപത്യത്തെ അടിച്ചമർത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇറാനിയൻ ഭരണകൂടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെ സൈനിക നടപടി വേണമെങ്കിൽ അതിനും മടി കാണിക്കില്ല എന്നുള്ള രീതിയിലുള്ള സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഇറാൻ്റെ ഭരണകൂടം അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ത്രെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ട്രംപ് ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെ നടത്തുമ്പോൾ അത് വെറുതെ പറയുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് എന്നുള്ള തരത്തിലുള്ള സംസാരം പലയിടത്തും ഉണ്ടായിരുന്നു. എന്നാൽ വെനസ്വേലയിൽ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട്, രാത്രിയിൽ 1.5 മണിക്കൂർ കൊണ്ട് ഒരു പ്രസിഡന്റ്
ഡെമോക്രാറ്റിനെ ടോപ്പിൽ ചെയ്ത് അതേ അവിടുന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു അമേരിക്കൻ സൈഡിനോ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ വിമാനത്തിനോ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ച് ഇവിടെ അമേരിക്കയിൽ കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ ട്രംപ് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അദ്ദേഹം സീരിയസ് ആയിട്ടാണ് പറയുന്നത് എന്നുള്ളൊരു മെസ്സേജ് ലോകം കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് എനിക്ക് തോന്നുന്നു. ഇറാനിയൻ ലീഡർഷിപ്പ് വളരെ ഡീഫൈൻഡ് ആയിട്ട് സംസാരിച്ചു എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ടോൺ കണ്ടിട്ട് അവർ ഈൽഡ് ചെയ്യുന്നുണ്ട്, ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ കണ്ടീഷൻസ് എന്തുമാത്രം അംഗീകരിക്കും എന്നത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ വെനസ്വേലയിലേക്കുള്ള അമേരിക്കയുടെ കടന്നുകയറ്റം ലോകത്തെ ആകെ ഞെട്ടിച്ചതാണ്. അതിനുശേഷവും അവിടുത്തെ ആക്ടിംഗ് പ്രസിഡന്റാണ് താൻ എന്ന് ട്രംപ് വീമ്പ് പറയുകയാണ്. മാർക്കോ റൂബിയോയെ പിന്നീട് ക്യൂബയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ച ഒരു ട്വീറ്റ് അത് സമൂഹമാധ്യമത്തിൽ വീണ്ടും പോസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് സമ്മതം എന്ന് ട്രംപ് അറിയിക്കുകയാണ്. എന്താണ് ഇത്തരം പ്രവർത്തികളിലൂടെ ട്രംപ് നൽകുന്ന സന്ദേശം? എനിക്ക് തോന്നുന്നില്ല അതൊരു ഭീഷണിയാണെന്ന്, അതൊരു റിയാലിറ്റിയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഒരു ഗവൺമെൻറ് ഒരു പരമാധികാരത്തിലുള്ള ഗവൺമെൻറ് ഇലക്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ ആ ഗവൺമെൻറ്റിൻ്റെ ലെജിറ്റിമസി എന്തുമാത്രം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലെജിറ്റിമസിയും ഇല്ല എന്നാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കോർട്ട് പറയുന്നത്. അപ്പം അദ്ദേഹം തന്നെ തീരുമാനിച്ച് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഇതിൻ്റെ എല്ലാം ബേസിസ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ മുന്നിൽ 2-3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. പ്രസിഡന്റ് നിക്കോളസ് മഡുറെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഒന്നെങ്കിൽ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗേഴ്സിനെ കണ്ടിന്യൂ ആയിട്ട് പ്രസിഡന്റായിട്ട് എലിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. അവിടുത്തെ സുപ്രീം കോർട്ട് അതാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനാണ് ഉള്ളത്. അല്ലെങ്കിൽ അവരെയും പുറത്താക്കിയിട്ട് കംപ്ലീറ്റ്ലി ടോപ്പിൾ ചെയ്തിട്ട് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ടോപ്പിൾ ചെയ്തിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഓപ്ഷനാണ് ഉള്ളത്. അതല്ലെങ്കിൽ അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടി അവരാണ് കഴിഞ്ഞ തവണ ഇലക്ഷൻ ജയിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ സത്യങ്ങളും എല്ലാ പ്രൂഫുകളും അതിലേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് ഭരണം കൊടുത്തിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള വഴികളാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് മുന്നിലുള്ളത്. എനിക്ക് തോന്നുന്നത് ബേസിക്കലി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ബൈയിങ് ടൈം സോ ദാറ്റ് അവർക്ക് ഏത് രീതിയിലാണ് അടുത്ത മൂവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ധാരണയാകാം, ഒരു കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റബിൾ ആകുന്ന ഒരു പ്ലാനും രൂപരേഖയും ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത്. ശ്രീ സജിമോൻ ആന്റണി, ലോകത്തെ തന്നെ പഴയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ്. ജനാധിപത്യ അവകാശങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഉയർത്തിക്കാട്ടുന്ന ജനങ്ങളാണ് അവിടെയുള്ളവർ. ട്രംപിൻ്റെ ഇത്തരം നടപടികളെ അവിടെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വലിയ ഒരു വികാരം രാജ്യത്തുയരുന്നുണ്ടോ? അമേരിക്കയിൽ ഒരു സ്പ്ലിറ്റ് ഒപ്പീനിയൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ യെസ് ആണ്. അമേരിക്കൻസ് 100% ട്രംപിൻ്റെ എല്ലാ പോളിസികൾക്കും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരല്ല. അവിടെ ഒരു ഈക്വൽ സ്പ്ലിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു മജോറിറ്റി ഓഫ് അമേരിക്കൻസ് ട്രംപിൻ്റെ പല നയങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചാൽ പോലും അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ രീതിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരാണ്, പ്രത്യേകിച്ചും ഡെമോക്രാറ്റ്സുകൾ. അതിൽ നിന്ന് ഒരു ആഡ് ഓൺ കൂടി ഉള്ളത്, ആദ്യമായിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു 5 സെനറ്റേഴ്സ് ട്രംപിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കണ്ടൊരു പാറ്റേൺ, അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന അത് സെനറ്ററായാലും കോൺഗ്രസ്മാൻ ആയാലും ജഡ്ജി ആണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ പിക്ചറിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. ആരെങ്കിലും ഇലക്റ്റഡ് ഒഫീഷ്യൽസ് ഉണ്ടെങ്കിൽ അവരൊക്കെ ഇലക്ഷനെ തോൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതിനൊരു വ്യതിയാനം വന്നത് ഈ കഴിഞ്ഞ തവണത്തെ ഇടക്കാല തെരഞ്ഞെടുപ്പാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ഇലക്ഷനിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ന്യൂയോർക്കിൽ ആര് ഭരിക്കും, മംതാനി ഭരിക്കുമോ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. എന്നാൽ മംതാനി വളരെ ഒരു തമ്പിങ് മജോറിറ്റിയിൽ അവിടെ വിജയിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ നടന്ന മറ്റ് സെനറ്റിലേക്കും അല്ലെങ്കിൽ കോൺഗ്രസിലേക്കും നടന്ന അല്ലെങ്കിൽ പല ഗവർണർഷിപ്പിലേക്കും നടന്ന ഇലക്ഷനിലൊക്കെ ഡെമോക്രാറ്റ്സുകൾക്ക് നല്ലൊരു ഭൂരിപക്ഷം അല്ലെങ്കിൽ അവരെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഒരു ഭൂരിപക്ഷം കിട്ടുകയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നത് വിദേശ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ളൊരു ഷാർപ്പ് കോൺട്രാക്ട്സ് ആയിട്ട് ഒരു പോളിസി കൊണ്ടുവരും, അല്ലെങ്കിൽ അതൊരു പെർസീവ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നില്ല. അവിടുത്തെ ജനം ബേസിക്കലി ആഗ്രഹിക്കുന്ന അഫോർഡബിലിറ്റിയാണ്, പ്രൈസ് റൈസ് ഇൻഫ്ലേഷനാണ്, അതിനെ കണ്ടെയ്ൻ ചെയ്യണം, അഫോർഡബിൾ ആകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സ്റ്റൈലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനും 2 അഭിപ്രായമുണ്ട്. കാരണം അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഫോറിൻ പോളിസി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇന്റേണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഇക്കണോമിക് അജണ്ട എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ ഇക്കണോമിക് അജണ്ട അത് അതിൻ്റെ വഴിയെ പോകും, ഫോറിൻ പോളിസി അത് അതിൻ്റെ വഴിയെ പോകും എന്നുള്ളൊരു പ്രതിഫലനമാണ് നമുക്ക് കാണുന്നത്. ഏതായാലും എനിക്ക് മുമ്പേ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ലോകമാകമാനമുള്ള ഒരു പൊളിറ്റിക്കൽ
റീഅലൈൻമെൻറ്റ്, ഒരു റീബൂട്ടിങ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് എത്ര നാളത്തേക്ക് കാണുമെന്ന് എനിക്ക്, അത് ഇമിഗ്രേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ന് നമുക്ക് രാജ്യം ലോകമാകമാനം നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രതിഫലനമാണ് കിട്ടുന്നത്. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പ് ഇനി ഉടൻ വരാൻ പോവുകയാണ്. ഈ വർഷം തന്നെ നവംബറിൽ വരാൻ പോവുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വളരെ ഒരു തമ്പിങ് മജോറിറ്റി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രംപ് എടുക്കുന്ന ഇപ്പോഴത്തെ പല നയങ്ങൾക്കും അല്ലെ തീരുമാനങ്ങൾക്കും ഒരു കടിഞ്ഞാൺ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം അമേരിക്ക എന്ന് പറയുമ്പം കോൺഗ്രസ്, സെനറ്റ്, സുപ്രീം കോടതി, വൈറ്റ് ഹൗസ്, ഇങ്ങനെ 4 വ്യത്യസ്ത ഘടകങ്ങളാണുള്ളത്. അപ്പോൾ അതിനകത്ത് നിന്ന് കോൺഗ്രസും സെനറ്റും ട്രംപിന് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വൈറ്റ് ഹൗസും സുപ്രീം കോടതിയും മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ഇതുപോലെ ഷാർപ്പായിട്ടുള്ള പല പോളിസികളും അല്ലെ പോളിസി വ്യതിയാനങ്ങളും അത്ര ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം എനിക്ക് ചേർത്ത് പറയാനുള്ളത്, ഏതവസരത്തിൽ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഏത് പോളിസിയാണ് സസ്റ്റൈനബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കുറേയൊക്കെ ഒരു ഏകോപനമായിട്ട് ഏതെങ്കിലും പോളിസികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലോഞ്ചിബിലിറ്റി കൂടുതലാണ്. അതല്ല ഒരു പാർട്ടി ബേസ്ഡ് ആയിട്ട് ഒരു വൺ സൈഡ് ആയിട്ട് ഒരു പോളിസി ഏതെങ്കിലും ഗവൺമെൻറ് എവിടെയെങ്കിലും ഇംപ്ലിമെൻ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഷോർട്ട് ലോഞ്ചിബിലിറ്റി ആണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മേ ബി എന്ത് തീരുമാനം എടുത്താലും അതൊക്കെ അടുത്ത നവംബർ വന്നു കഴിയുമ്പോഴത്തേക്കും മാറി മറിയാനുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് സ്റ്റിലാകാനുള്ള ഒരു പോസിബിലിറ്റിയും അമേരിക്കയിൽ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. താനൊരു സമാധാന പ്രിയനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത്. നൊബേൽ സമ്മാനത്തിന് ഏറ്റവും അർഹനായ വ്യക്തി താനാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. താൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നത് ട്രംപിൻ്റെ വലിയ അവകാശവാദമാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ട്രംപ് ഒരു യുദ്ധക്കൊതിയനായി മാറുന്നു എന്നതാണോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? വെനസ്വേലയ്ക്കെതിരെ, ക്യൂബയ്ക്കെതിരെ, കൊളംബിയയ്ക്കെതിരെ, ഇറാനെതിരെയൊക്കെ ട്രംപ് നടത്തുന്ന ഇപ്പോഴത്തെ പ്രസ്താവനകൾ അദ്ദേഹത്തെ ഒരു യുദ്ധക്കൊതിയനാക്കി മാറ്റുകയാണോ? എന്താ പറയുക, ഒരു ഷാർപ്പ് ഡീവിയേഷൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പെർസെപ്ഷൻ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി പറയുന്ന പല സ്ട്രാറ്റജികളും പൊളിറ്റീഷ്യൻസ് അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അതേപടി ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടില്ല. ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അവർ എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, എല്ലാവരെയും അപ്പീസ് ചെയ്യാൻ നോക്കും, എല്ലാ പോളിസികൾക്കും അവർ വേറൊരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. അതേ റിഫ്ലക്ഷൻ അമേരിക്കൻ പൊളിറ്റിക്സിലും കണ്ടു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നിന്ന് ആരൊക്കെ അദ്ദേഹത്തെ കൂടുതൽ വോട്ട് ചെയ്തോ ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള പല പോളിസി ചേഞ്ചുകളും ഷിഫ്റ്റുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഒരു തുടർച്ചയായിട്ട് ഇനിയും അടുത്ത നവംബർ വരെ പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അമേരിക്കയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സർപ്രൈസ് ഞാൻ കാണുന്നില്ല. കാരണം ഇലക്ഷന് മുമ്പ് അമേരിക്കയിൽ വലിയൊരു സംസാരം ഉണ്ടായിരുന്നു, ഒരു പ്രൊജക്ട് 25. ആ പ്രൊജക്ട് 25-നകത്ത് പറയുന്ന വിദേശ നയങ്ങൾ, വ്യാപാര നയങ്ങൾ, തീരുവ നയങ്ങൾ, ഇതൊക്കെ ഇക്കണോമിക് പോളിസികളൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തനി പ്രതിഫലനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇലക്ഷന് മുമ്പ് വരെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ ട്രംപ് അതിനെ നെഞ്ചിലേറ്റുന്നില്ലായിരുന്നു, അതിനെ റിജക്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ളൊരു പോളിസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം ഒഴുക്കം മട്ടിലായിരുന്നു മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പ്രൊജക്ട് 25-നകത്ത് എന്തൊക്കെ പോളിസികൾ പറഞ്ഞിരുന്നോ, എന്തൊക്കെ അമെൻമെൻറ്റുകൾ പറഞ്ഞിരുന്നോ അതൊക്കെ 1 by 1 ആയിട്ട് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ ഊഷ്മളമാണ് എന്ന് നമ്മൾ കരുതിയിരുന്ന നാളുകളാണ് കടന്നുപോയത്. ട്രംപ് മോദി ബന്ധവും ആ രീതിയിൽ നമ്മൾ ആഘോഷിച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് വലിയ അകൽച്ചയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഇപ്പോൾ താരിഫ് വിഷയം വലിയ രീതിയിൽ ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട്. 500% താരിഫ് ഉയർത്തുമെന്ന വലിയ ഭീഷണി ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? അകലുകയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹൗഡി മോദി പറഞ്ഞ് ട്രംപിന് വേണ്ടിയിട്ട് ഓപ്പണായിട്ട് വോട്ട് ചോദിച്ച ആളാണ് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി. അതുകൊണ്ടൊക്കെ തന്നെ മോദിയുമായിട്ടൊരു പ്രത്യേക സ്നേഹബന്ധമുണ്ട് എന്ന് ട്രംപ് പല ഭാഷണങ്ങളിലും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും മീഡിയയുടെ മുന്നിലും പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ രണ്ട് രാജ്യങ്ങളുമായിട്ട് തീരുവയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ വന്നതിൽ മിന്നം നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെയധികം വിഷമമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്താ പറയുക, ചൈനയുമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ആശയങ്ങളിൽ വൈരുദ്ധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോളിസികളിൽ ഒരു ഷാർപ്പ് കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു. ചൈന ഒരു അമേരിക്കയുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്ററാണ് ആയിട്ടാണ് അമേരിക്കക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതെ.
എന്നാൽ ആ ചൈനയുമായിട്ട് പോലും തീരുവയുടെ കാര്യത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ബ്രസീലുമായിട്ടുണ്ടായി, കാനഡയുമായിട്ടുണ്ടായി, യൂറോപ്പുമായിട്ടുണ്ടായി, ജപ്പാനുമായിട്ടുണ്ടായി, സൗത്ത് കൊറിയയുമായിട്ടുണ്ടായി. അങ്ങനെ മറ്റ് അമേരിക്കയുടെ മിത്രങ്ങളും ശത്രുക്കളുമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടുണ്ടായി, എക്സെപ്റ്റ് ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അതിന് ഒരു പരിധി വരെ മേ ബി ഇന്ത്യ ഗവൺമെൻറ്റും ഒരു പുതിയ ഡയറക്ഷനിലേക്ക് അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സമയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതായാലും ഇതുവരെ ഈ ഒരു വർഷം പിന്തുടർന്ന സ്ട്രാറ്റജി സംഹൗ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. ഇന്ത്യ അമേരിക്കൻ ബന്ധം 2009 എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷായോ ആ ഒരു രീതിയിലാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ ഒന്ന് റീബൂട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ്, അമേരിക്കയുടെയും ആവശ്യമാണ്. കാരണം 1.5 ബില്യൺ ആൾക്കാരുടെ മാർക്കറ്റാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയിലേക്ക് നോക്കുമ്പം കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്കയിലേക്ക് നോക്കുമ്പം ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ലോകത്തെ അതിസമ്പന്നമായ ഒരു രാഷ്ട്രമാണ്. ഏത് ബിസിനസ് അമേരിക്കയുമായിട്ട് ചെയ്താലും പ്രോഫിറ്റ് ഓഫ് മാർജിൻ ഏറ്റവും കൂടുതലാണ് എന്നുള്ള വസ്തുതയുണ്ട്. ഡോളർ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും വളരെയധികം ഫോർവേഡ് ലുക്കിംഗ് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യവുമായിട്ട് ഇനി ഒന്ന് സിറ്റ് ഡൗൺ ചെയ്തിട്ട് ഒന്ന് റീബൂട്ട് ചെയ്ത് ഒന്ന് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ എപ്പോഴുണ്ടാകും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിൻ്റെ സാധ്യതകളെ താങ്കൾ എങ്ങനെ കാണുന്നു? അത് യാഥാർത്ഥ്യമാകാനുള്ള സാഹചര്യവും സാധ്യതയും എത്രമാത്രം? തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകും. അത് എന്നാണ് എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ എല്ലാവരും ചോദിക്കുന്നത്. അമേരിക്കയിൽ ഉള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിലുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൻസർ പ്രൈം മിനിസ്റ്റർ മോദിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ചെറിയൊരു മഞ്ഞുരുക്കൽ ഞാൻ കാണുന്നുണ്ട്. കാരണം ഇന്നലെ ഇന്ത്യയുടെ പ്രതിനിധികളും അമേരിക്കൻ പ്രതിനിധികളുമായിട്ട് ചില ബേസിക് ചർച്ചകളൊക്കെ നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു ചെറിയൊരു മഞ്ഞുരുക്കൽ നമ്മൾ കാണുന്നുണ്ട്. വളരെ നന്ദി ശ്രീ സജിമോൻ ആന്റണി, നിലവിലെ അമേരിക്കൻ സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിശദീകരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.